മഹാസരസ്വതി ദേവിയെ സ്തുതിക്കുന്ന ഈ മന്ത്രം അത് കുട്ടികൾക്ക്, അതും ഈ എക്സാം ടൈമിൽ വളരെ പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവരും ഈ മന്ത്രം കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഈ മന്ത്രം ഏതാണെന്ന് നോക്കാം. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ മഹാമന്ത്രം ഉച്ചരിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ വളർച്ച, സാംസ്കാരിക വളർച്ച, വിദ്യ, മനസ്സിൻ്റെ ഒരു തിളക്കം, ഒരു സരസ്വതി കടാക്ഷം എന്നിവ വർദ്ധിക്കുന്നതാണ്. മന്ത്രം ഇതാണ്, സ്ക്രീനിൽ കാണിക്കുന്നതോടെ: ഓം നമോ ഭഗവതി ശ്രീ മഹാസരസ്വതി ഹ്രീം ഹ്രീം തഥ സ്വഹ എന്നാണ്. ഇതാണ് മന്ത്രം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാണെന്ന് നോക്കാം. ഓം എന്ന് വെച്ചാൽ സകല മന്ത്രങ്ങളുടെയും ആദിനാഥം, സർവവിശുദ്ധിയും സംരക്ഷിക്കുന്ന പരമശക്തി, അതാണ് ഓം. നമോ മീൻസ് ഞാൻ പ്രണമിക്കുന്നു, നമസ്കാരം, പ്രണാമം എന്നൊക്കെ. ഭഗവതി ദൈവീയ ശക്തിയുള്ള പരമദേവി എന്നാണ്. മഹാസരസ്വതി വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവിയായ ശ്രീ സരസ്വതി ദേവി. ഹ്രീം ഹ്രീം എന്നാൽ സരസ്വതി ദേവിയുടെ ബീജമന്ത്രമാണിത്. മനസ്സിൻ്റെ ഉണർവിനും ആത്മജ്ഞാനത്തിനുമുള്ള ശക്തി വർദ്ധിപ്പിക്കുന്നു ഇതിലൂടെ. തഥ ഈ ശബ്ദം ആത്മീയ ചൈതന്യത്തിൻ്റെയും വിദ്യയുടെ ശുദ്ധീകരണത്തിൻ്റെയും സൂചകമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്വാഹ എന്ന് വെച്ചാൽ ഈ ശക്തിയെ ആഹ്വാനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ദിവ്യമായ ഉച്ചാരണം, അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി ഈ മന്ത്രം എപ്പോൾ, എങ്ങനെ, എത്ര തവണ ജപിക്കാമെന്ന് നോക്കാം. ഏറ്റവും നല്ലത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് വെളുപ്പിന് 4-നും 6-നും ഇടയ്ക്ക് ഇത് മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ല പ്രയോജനം കൊടുക്കുന്നു. അതുകൂടാതെ രാവിലെ കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതും പറ്റത്തില്ല എങ്കിൽ ഈവനിങ്, വൈകിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടും ഫുൾ മൂൺ ഡേയ്സിലും തേഴ്സ്ഡേയിലും മറക്കാതെ കുട്ടികളെ കൊണ്ട് ജപിപ്പിക്കാൻ നോക്കണം. ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ പൗർണമിയാണ്. ഓക്കെ. അതുപോലെ തന്നെ എത്ര സമയം, ഹൗ മെനി ടൈംസ് യു ഹാവ് ടു ചാൻറ്റ്. 11, 21, 51 അല്ലെങ്കിൽ 108 തവണ ഇത് നിങ്ങൾ റെഗുലറായിട്ട് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ എക്സാം ടൈമിലൊക്കെ ആണെങ്കിൽ